തിയറി 1960കളിലാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഇത് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പോലെ തന്നെ ഏതാണ്ട് സാമ്യമുള്ളതാണ്. അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കുന്നു, എലാബറേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് തിയറികളും മനുഷ്യന്റെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെ വാസ്തവത്തിൽ ഒന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ബോത്ത് തിയറീസ് ആർ വെരി സിമിലർ ഇൻ എക്സ്പ്ലെയിനിങ് മോട്ടിവേഷൻ, ഹ്യൂമൻ മോട്ടിവേഷൻ. ഹ്യൂമൻ മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഈ രണ്ട് തിയറികളും ഏതാണ്ട് സമാനമാണ് എന്ന് നമുക്ക് പറയാനും സാധിക്കും. അക്കോർഡിംഗ് ടു മക്ലെലാൻഡ്, ഇൻഡിവിജ്വൽസ് പോസസ് 3 നീഡ്സ്. മക്ലെലാൻഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തികൾക്ക് 3 തരം ആവശ്യങ്ങളുണ്ട്. These 3 needs are harnessed through an individual's culture. ഈ 3 ആവശ്യങ്ങളും ഒരു വ്യക്തിയുടെ സംസ്കാരം, ഏജ്, പ്രായം, അവന്റെ ജീവിത പശ്ചാത്തലം, അവന്റെ ജീവിത അനുഭവങ്ങൾ ഇവയുമായി കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. മക്ലെലാൻഡ് വിശ്വസിച്ചിരുന്നതാണ് there are 3 main needs. മനുഷ്യന് 3 പ്രധാന ആവശ്യങ്ങളുണ്ട്. that are learned through social interaction. മനുഷ്യൻ അവന്റെ സമൂഹത്തിലുള്ള സഹജീവികളുമായി ഇടപെട്ട് അനുഭവങ്ങളിലൂടെ ഒരു കാര്യം അവൻ പഠിച്ചെടുക്കണേന് വിത്ത് ദ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. അവന്റെ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയും. ഒന്ന്, അവന് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന ആവശ്യം അവന്റെ ജീവിതത്തിലുണ്ട്, നീഡ് ഫോർ അച്ചീവ്മെന്റ്. രണ്ടാമത്തത് നീഡ് ഫോർ അഫിലിയേഷൻ, അഫിലിയേഷന്റെ ആവശ്യമുണ്ട്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി ഇണങ്ങി പോകേണ്ട, ഒരുമിച്ച് പണിയെടുത്ത് പോകേണ്ടുന്ന, മറ്റുള്ളവരുടെ ഇണങ്ങി ഒത്തുചേർന്ന് പോകേണ്ടുന്ന ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അവനുണ്ട് എന്ന് പറയാൻ. അത് കഴിഞ്ഞാൽ അവന് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ട, കൺട്രോൾ, അവന്റെ മേലിൽ അധികാരം, പവർ വേണം എന്നുള്ള ഒരു ആശയവും ഉണ്ട് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും പ്രധാനമാണെന്ന് മക്ലെലാൻഡ് കണ്ടു. അപ്പോ ഈ ഓരോ നീഡ്സിന്റെയും ഇഫക്റ്റീവ്നെസ് ഒരു വ്യക്തിയെ ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. ഇഫക്റ്റീവ്നെസ് ഓഫ് ഈച്ച് നീഡ് ഈസ് ഓൺലി ഡിപ്പെൻഡന്റ് ഓൺ ദ ഇൻഡിവിജ്വൽ. ആ വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഏതിന് പ്രാധാന്യമുണ്ട് ഇല്ല എന്നുള്ളതിനനുസരിച്ചാണ് അത് ഇരിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം. മൂന്നാമത് പറയുന്നത്, മക്ലെലാൻഡ് സജസ്റ്റ് ചെയ്യുന്നത് that each need is a motivator and these motivators are present in varying degrees. ഈ പറഞ്ഞ 3 നീഡുകളും ഒരു മോട്ടിവേറ്റർ ആണ്, ഒരു പ്രചോദക ഘടകമാണെന്നും പക്ഷെ ഈ 3 നീഡും ഓരോ ആൾക്കാരിലും വ്യത്യസ്ത അളവിൽ, വേരിയിങ് ഡിഗ്രിയിലാണ് വ്യക്തികളിൽ പ്രസന്റ് ആയിരിക്കുന്നത് എന്നും ആണ് ഈ തിയറി അനുസരിച്ച് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്ലെലാൻഡിന്റെ മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്ന തിയറി നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് വിശദീകരിച്ചിട്ടൊന്നുമില്ല, നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ.